ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഉണങ്ങലരി വെച്ചിട്ട് എളുപ്പത്തിൽ പിങ്ക് കളറിലുള്ള ഒരു പാൽപ്പായസമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു 10 ലിറ്റർ കുക്കറിലേക്ക് 1.5 ലിറ്റർ പാലാണ് ആദ്യം എടുക്കുന്നത്. അതായത് 3 പാക്കറ്റ് പാല്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. മധുരം കൂടുതൽ വേണം എന്നാണെങ്കിൽ 2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 1/2 കപ്പ് ഉണങ്ങലരിയാണ് ചേർക്കേണ്ടത്. ഈ ഉണങ്ങലരി ചേർക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുക്കർ വളരെ വൃത്തിയായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. കുക്കറിൽ പുളീൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കർ നന്നായി കഴുകി, വേണമെങ്കിൽ അതിൽ ഇത്തിരി വെള്ളം, സാധാരണ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ചാൽ മതിയാവും. ഇനി ഈ 3 ചേരുവകളും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മളിത് സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ തന്നെ ചൂടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വലിയ ബർണറിൽ വലിയ ചൂടേൽക്കുമ്പോൾ പാല് കൂടുതലും തിളച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ വിസിൽ വരുമ്പോഴും പാല് കൂടി തിളച്ച് പുറത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പാല് ചൂടാക്കി ഏകദേശം ഒരു ആവി വന്ന് തുടങ്ങുമ്പോൾ, നമുക്ക് കയ്യിലൊക്കെ ഒരു ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ഇടാതെ തന്നെ കുക്കർ അടച്ചു വയ്ക്കുക. കുക്കറിൽ ആവി വരുന്നതിനോടൊപ്പം തന്നെ പാലും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് വെയിറ്റ് ഇട്ട് കൊടുത്ത് ഏറ്റവും ചെറിയ ബർണറിൽ ചെറിയ തീയിൽ 1/2 മണിക്കൂർ വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുക്കറിൽ നിന്ന് വിസിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാവും. അതല്ല കൂടുതലായിട്ട് പാല് പുറത്തേക്ക് വരുന്നു എന്നാണെങ്കിൽ കുറച്ച് സമയം സ്റ്റൗ ഓഫ് ചെയ്ത് വീണ്ടും ചെറിയ തീയിൽ തന്നെ വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നീട് കുറഞ്ഞത് 1/2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. പായസം ഇരിക്കും തോറും തിക്കായി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ പായസം ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.